ഹായ്, ഇന്നത്തെ ഇതൊരു കേക്ക് വീഡിയോ ഒന്നല്ല കേട്ടോ. ഇതൊരു ഹെൽത്തി പായസം റെസിപ്പിയാണ്. ഇതിന് ക്യാരറ്റ് പായസം എന്ന് വിളിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മോനോട് ക്യാരറ്റ് പായസമാണെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് ഞാനിത് കൊടുക്കാറ്. അവന് 2 വയസ്സാണ്. അവനിത് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ. അല്ല, ഇത് കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കും കഴിക്കാം. എനിക്ക് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ള ഒരു ഐറ്റമാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒട്ടും ഷുഗർ ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കിത് എത്ര വേണമെങ്കിലും ഒരു റിഗ്രറ്റും ഇല്ലാതെ കഴിക്കാം. ഇനി ഇതിനെന്താ വേണ്ടതെന്നല്ലേ, ഒരു ക്യാരറ്റ്, 5 ആൽമണ്ട്, 2 ഡേറ്റ്സ്, 1 ഏലക്ക, ഇത്രയും ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കണം. എന്നിട്ടതൊന്ന് മിക്സിയിലിട്ട് 1/2 കപ്പ് പാലൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കാഷ്യും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ മോൻ കാഷ്യൂ അല്ലാതെ തന്നെ കഴിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. അവന് ആൽമണ്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ അവനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ ആൽമണ്ട് ആഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഇനി ഇതൊന്ന് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ച് 1 നുള്ളുപ്പും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അധികം കുറുകൊന്നും വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി അത്ര മതി. ഇതിനൊരു പായസം പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് നെയ്യിൽ കുറച്ച് കാഷ്യൂം ഉണക്കമുന്തിരിയും വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും അടിപൊളിയായിരിക്കും. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ മോന് ഇതിലെന്തെങ്കിലും കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവന് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊടുക്കാറ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ആൽമണ്ടും ഡേറ്റ്സും ക്യാരറ്റും ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ലേ, അവർക്കൊക്കെ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കേ. അവർ ഇഷ്ടത്തോടെ കഴിക്കുന്ന കാണാം. എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, ഒരു കുഴപ്പമില്ലാതെ കൊടുക്കാം. പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ ഒരു റിഗ്രറ്റ് ഇല്ലാതെ കഴിക്കുകയും ചെയ്യാം. ഒട്ടും മധുരം ആഡ് ചെയ്യുന്നില്ല. ഇത്രയും സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരു പായസം ഉള്ളപ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് പായസം കഴിക്കാതിരിക്കുന്നത്? അപ്പോൾ ശരി, ഓക്കെ, ബൈ.